നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമെന്നുറപ്പില്ലാത്ത ഈ ലോകത്ത് നമ്മൾ എന്തിന് അഹങ്കാരം കാണിക്കണം? മായ്ച്ചു കളയണം ചില വാശികൾ, പറഞ്ഞു തീർക്കണം ചില പരിഭവങ്ങൾ, മാറ്റിക്കൊടുക്കണം ചില തെറ്റിദ്ധാരണകൾ. നാളെ നമ്മളിൽ ആരുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നടനും സംവിധായകനും കൊറിയോഗ്രാഫറുമായ പ്രഭുദേവയുടെ സിനിമയും ജീവിതവും പ്രണയ പരാജയവും നിറഞ്ഞ സംഘർഷഭരിതമായ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. നൃത്തത്തിലൂടെ സിനിമാ മേഖല കൈയടക്കിയ ഒരു താര കുടുംബമാണ് നടനും സംവിധായകനും കൊറിയോഗ്രാഫറും നിർമ്മാതാവുമൊക്കെയായ പ്രഭുദേവയുടേത്. ഇപ്പോൾ തന്റെ പിൻഗാമിയായി മൂത്ത മകനായ ഋഷിദേവായും ഡാൻസിലൂടെ അരങ്ങിലെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ YMCA ഗ്രൗണ്ടിൽ നടന്ന ഡാൻസ് ഷോയിലൂടെയാണ് പ്രഭുദേവ തന്റെ മകന്റെ ഡാൻസ് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയത്. അന്ന് ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പൈതൃകത്തിന്റെ അഭിനിവേശമാണെന്നാണ്. ധനുഷ്, വടിവേലു, SJ സൂര്യ തുടങ്ങിയവരും നടിമാരായ മീന, റോജ തുടങ്ങിയ വൻ താരനിരകളും ഈ ഷോയിൽ പങ്കെടുത്തിരുന്നു. അനവധി നർത്തകരുടെ അകമ്പടിയോടെ പ്രഭുദേവയോടൊപ്പമാണ് ഋഷിദേവ നൃത്തം ചെയ്തത്. അവിടെ തടിച്ചുകൂടിയ വൻ ജനാവലി ആർപ്പുവിളിയോടെയും കരഘോഷത്തോടെയുമാണ് ഋഷിയെ വരവേറ്റത്. പ്രഭുദേവയ്ക്ക് 2 ആൺകുട്ടികളാണ് ഇപ്പോഴുള്ളത്. 2 പേരും പഠിക്കാൻ അതിസമർത്ഥന്മാരുമാണ്. എന്നാൽ പ്രഭുദേവയാകട്ടെ പഠനകാലത്ത് പഠിത്തത്തോട് തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു. സ്കൂളിലെ പ്രോഗ്രസ് കാർഡ് പലപ്പോഴും വീട്ടിൽ കാണിക്കാൻ ഭയമായിരുന്നു. ആരോടും അധികം സംസാരിക്കാത്ത, തലകുനിച്ച് നടക്കുന്ന ഒരു വിദ്യാർത്ഥി. പ്രഭുദേവയുടെ പിതാവും കൊറിയോഗ്രാഫറുമായ സുന്ദരം മാസ്റ്റർക്ക് തന്റെ മക്കൾ ഒരിക്കലും സിനിമാ രംഗത്തേക്ക് കടന്നു വരരുതെന്ന് ആഗ്രഹവും നിർബന്ധവും ഉണ്ടായിരുന്നു. സിനിമാ തൊഴിൽ തന്നോടുകൂടി അവസാനിക്കണമെന്നും തന്റെ മക്കൾ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പഠനകാലത്ത് പ്രഭുദേവ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കയറി കഥ കടച്ചിരിക്കുമായിരുന്നു. അതൊരു സ്ഥിരം കലാപരിപാടി ആയപ്പോൾ അമ്മ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ വിവരം അച്ഛനെയും ധരിപ്പിച്ചു. പിന്നീട് അതിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി വീട്ടുകാർ. അവർ രഹസ്യമായി ജനലിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച മൈക്കിൾ ജാക്സന്റെ ഒരു കാസറ്റ് വളരെ ശബ്ദം കുറച്ചു വെച്ച് മൈക്കിൾ ജാക്സൺ ചെയ്യുന്നത് പോലെ നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെ നിരവധി മാസത്തെ പരിശീലനം കഴിഞ്ഞാണ് വീട്ടുകാർ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോഴേക്കും മൈക്കിൾ ജാക്സന്റെ സിറോപ്സ് കോപ്പി പോലെയായിരുന്നു ഭാവചലനങ്ങൾ. തന്റെ മകന്റെ അസാധാരണമായ ഈ കഴിവ് കണ്ട് സുന്ദരം മാസ്റ്റർക്ക് അതിശയവും അമ്പരപ്പും തോന്നി. അദ്ദേഹം അതീവ സന്തോഷത്തോടുകൂടി മകനോട് പറഞ്ഞു, നിന്റെ ബ്ലഡിൽ നൃത്തമുണ്ട്. അങ്ങനെയാണ് തന്റെ മകനെ അസിസ്റ്റന്റായി കൂടെ കൂട്ടുന്നത്. സിനിമയിലെ നൃത്തരംഗങ്ങളിൽ ഡാൻസ് ഗ്രൂപ്പിനോടൊപ്പം പ്രഭുദേവയെയും അദ്ദേഹം പങ്കെടുപ്പിച്ചു. ശങ്കർ സംവിധാനം ചെയ്ത ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ ചിക്ക് പുക്കു റെയിലെ കലക്കിത് പാരുത് സ്റ്റൈലേ എന്ന ഗാനരംഗത്തിൽ ഗൗതമിയുടെ പിന്നാലെ നടന്ന് നൃത്തം ചെയ്യുന്ന ഒരാളായി പ്രത്യക്ഷപ്പെട്ടു. അതോടെ വെറും ഒരു ഗ്രൂപ്പ് ഡാൻസുകാരനായിരുന്ന പ്രഭുദേവയുടെ ജീവിതം അടിമുടി മാറി മറിയുകയായിരുന്നു. വൻ നിർമ്മാണ കമ്പനികളുടെ നിർമ്മാതാക്കളും സംവിധായകരുടെയുമൊക്കെ കാറുകൾ പ്രഭുദേവയുടെ വീട്ടുപടിക്കൽ അണിനിരന്നു. പവിത്രൻ സംവിധാനം ചെയ്ത ഇന്ദു എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായകനായി വേഷമിട്ടതെങ്കിലും ശങ്കർ സംവിധാനം ചെയ്ത കാതലൻ എന്ന ചിത്രത്തോടുകൂടി തമിഴിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. പ്രഭുദേവയുടെ ആ സമയത്തുള്ള കുതിച്ചുവരവ്, തുടരെയുള്ള ഹിറ്റുകൾ അന്നത്തെ അവിടുത്തെ സൂപ്പർ നായകന്മാരുടെ എല്ലാം ഉറക്കം കെടുത്തുന്നവയായിരുന്നു. സിനിമയിൽ അന്ന് വരെ കണ്ടുമടുത്ത ഡാൻസ് ചുവടുകളിൽ നിന്നെല്ലാം വേറിട്ടൊരു അനുഭൂതിയുമായിരുന്നു പ്രഭുദേവയുടെ അരങ്ങ് തകർത്തുള്ള നൃത്ത ചുവടുകൾ. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ഇന്ത്യൻ സിനിമാ ലോകത്ത് ചർച്ചാ വിഷയമായി. ഇന്ത്യയിലെ മൈക്കിൾ ജാക്സൺ എന്ന പേരും അദ്ദേഹത്തിന് ചാർത്തിക്കിട്ടി. 100 കണക്കിന് സുന്ദരിമാർ അദ്ദേഹത്തിന്റെ പ്രണയത്തിനായി ദാഹിച്ചു പ്രണയാഭ്യർത്ഥന നടത്തി. അപ്പോൾ അവരോടൊക്കെ അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു പ്രണയമുണ്ട്. എന്നോടൊപ്പം പണ്ട് ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയുമായി. റംലത്ത് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം മറ്റു പ്രണയങ്ങളിലൊന്നും ചെന്നുപെടാതിരുന്നത്. റംലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും ഒരു നർത്തകിയാണ്. നിരവധി ചിത്രങ്ങളിൽ നായകന്മാരോടൊപ്പം ഗ്രൂപ്പിൽ അവരും നൃത്തം ചെയ്തിട്ടുണ്ട്. പ്രഭുദേവ പേരും പ്രശസ്തിയും പണവും ഒക്കെ നേടി ഉന്നതിയിലെത്തിയപ്പോഴും തന്റെ പാവപ്പെട്ട പ്രണയിനിയെ കൈവിട്ടില്ല, ഉപേക്ഷിച്ചില്ല. പ്രഭുദേവയുടെ കുടുംബം ഇവരുടെ പ്രണയത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിന്റെ പ്രധാന കാരണം റംലത്തിന്റെ മതമായിരുന്നു. പ്രഭു
പ്രഭുദേവായുടെ കുടുംബം കർണാടകയിലെ മൈസൂരുള്ള ഒരു പരമ്പരാഗത ഹിന്ദു കുടുംബമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവർ ഈ പ്രണയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. എന്നാൽ പ്രഭുദേവ ഉറച്ച തീരുമാനത്തിലായിരുന്നു. റംലത്തിനെ അല്ലാതെ മറ്റൊരാളെ തന്റെ ജീവിത സഖിയാക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ വീട്ടുകാരുടെ പിന്തുണയോ സാന്നിധ്യമോ ഇല്ലാതെയാണ് അവരുടെ വിവാഹം നടന്നത്. വിവാഹശേഷം റംലത്ത് ഹിന്ദുമതം സ്വീകരിച്ച് ലത എന്ന പേരും സ്വീകരിച്ചു. അതോടുകൂടി വീട്ടുകാരുടെ പിണക്കത്തിന്റെ മഞ്ഞുരുകി തുടങ്ങി. പ്രഭുദേവായുടെ അപ്രമാദിത്വം തമിഴ് സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം തന്റേതായ ചുവടുറപ്പിച്ചു. 5 കുട്ടികൾ വേണമെന്നായിരുന്നു റംലത്തിന്റെ ആഗ്രഹം. എന്നാൽ ആദ്യ 3 ഡെലിവറികളും സിസേറിയൻ ആയതിനാൽ ഇനി ഗർഭധാരണം അപകടമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അവർ ജന്മം നൽകിയത് 3 ആൺകുട്ടികൾക്കായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, മൂത്ത ആൺകുട്ടി 13ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെട്ടു. ആ കുട്ടിയുടെ മരണം അവരുടെ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിച്ചു. ആ കുട്ടിയുടെ വേർപാടിന് ശേഷം പ്രഭുദേവയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഈ സമയത്ത് ഭാര്യയുമായി ചീറ്റലും പൊട്ടലുമൊക്കെ ഉടലെടുത്തു തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ഈ കാലയളവിലാണ് പ്രഭുദേവ നയൻതാരയുമായി പ്രണയത്തിലേർപ്പെടുന്നത്. ആ പ്രണയം ആരാധകരും മാധ്യമങ്ങളും കെട്ടുകഥകൾ കൊണ്ട് ആഘോഷമാക്കി. പ്രഭുദേവ സംവിധാനം ചെയ്ത വിജയ് ചിത്രമായ വില്ല് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് ഇവരുടെ പ്രണയം മുട്ടിട്ടത്. അതിലെ നായിക നയൻതാരയായിരുന്നു. ഇവരുടെ പ്രണയകഥ റംലത്തിന്റെ കാതിലുമെത്തി. അവരാദ്യം അത് വിശ്വസിച്ചില്ല. പിന്നീട് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കത് താങ്ങാനും കഴിഞ്ഞില്ല. ദിനം പ്രതി സത്യം പേറുന്ന പുതിയ പുതിയ വാർത്തകൾ അവരുടെ ചെവിയിലെത്തിക്കൊണ്ടേയിരുന്നു. അവസാനം തന്റെ ഭർത്താവിന്റെ കുട്ടിയുടെ അച്ഛന്റെ പേര് മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ പച്ചകുത്തി എന്നറിഞ്ഞപ്പോൾ അവർ മാനസികമായി ആകെ തകർന്നുപോയി. അപ്പോഴേക്കും അവർ തമ്മിൽ മാനസികമായി അകലുകയും പിന്നീട് കോടതിയും കേസുമൊക്കെയായി വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ഈ സാഹചര്യത്തിൽ പ്രഭുദേവായുടെ കുടുംബവും പ്രേക്ഷകരും റംലത്തിന് പിന്തുണയുമായി റംലത്തിനോടൊപ്പം നിലയുറപ്പിച്ചു. ഒടുവിൽ കോടതി വിധിയെഴുതി കുട്ടികൾ അമ്മയോടൊപ്പം നിൽക്കട്ടെ, അച്ഛന് കുട്ടികളെ കാണണമെങ്കിൽ കാണാനുള്ള അനുമതിയും നൽകി. പ്രഭുദേവ 100 കോടി രൂപയാണ് റംലത്തിന് ജീവനാംശം നൽകിയത്. ഇതിനിടയിൽ തന്റെ പ്രണയിനിയായ നയൻതാരയോട് പ്രഭുദേവ 3 ഡിമാൻഡുകൾ വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. മതം മാറി ഹിന്ദുമതം സ്വീകരിക്കണം, തന്റെ കുട്ടികളെ വേർതിരിവില്ലാതെ സ്വന്തം കുട്ടികളെ പോലെ കാണണം, അഭിനയം എന്നേക്കുമായി ഉപേക്ഷിക്കണം. എന്നാൽ ആദ്യ 2 ഡിമാൻഡുകളും അംഗീകരിക്കാമെന്നും അഭിനയം നിർത്തുക എന്നത് അംഗീകരിക്കാനാകില്ലെന്നും നയൻതാര പറഞ്ഞു. അതോടെ ആ പ്രണയത്തിന് എന്നേക്കുമായി തിരശീല വീണു. പിന്നീടാണ് നയൻതാര വിഘ്നേഷ് ശിവനുമായി പ്രണയത്തിലാകുന്നതും ആ പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്നത്. പ്രഭുദേവ 7ഓളം ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അക്ഷയ് കുമാർ നായകനായ റൌഡി റാത്തോർ, സൽമാൻ ഖാൻ നായകനായ ദവാംഗ് 3 തുടങ്ങി 7ഓളം ഹിന്ദി ചിത്രങ്ങൾ. പ്രഭുദേവ ആദ്യമായി തെലുങ്കിൽ സംവിധാനം ചെയ്ത നവോസ്ഥാനന്ദേ നിനോദാനന്ദ എന്ന ചിത്രം ചരിത്ര വിജയമാണ് കൈവരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ആ ചിത്രം 7 ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്യപ്പെട്ടത്. പ്രഭുദേവയ്ക്ക് ഒരിക്കൽ ബോംബെയിൽ വെച്ച് ഡാൻസ് ഷൂട്ടിങ്ങിനിടയിൽ പുറം വേദനയും കാലുവേദനയും ഉണ്ടായി. അദ്ദേഹം അതിന്റെ ചികിത്സയ്ക്കായി ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിൽ എത്തി. അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റായ ഡോക്ടർ ഹിമാനി സിംഗ് ആണ് അദ്ദേഹത്തെ ചികിത്സിച്ചത്. ആദ്യ ദിവസത്തെ ചികിത്സയോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള പ്രണയവും പൊട്ടിട്ടു. അങ്ങനെ പൂത്തുലഞ്ഞ പ്രണയം 2 മാസത്തെ ലിവിംഗ് ടുഗദറിന് ശേഷം 2020 വിവാഹമെന്ന കരാറിലേക്ക് കടന്നു. 3 വർഷം പിന്നിട്ടപ്പോൾ അവർ ഒരു പെൺകുഞ്ഞിന് ജന്മവും നൽകി. അങ്ങനെ ഇപ്പോൾ പ്രഭുദേവയ്ക്ക് മക്കളായി 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമുണ്ട്. റംലത്ത് പറയുന്നു, ബന്ധം വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണെന്ന്. ഇന്ന് പ്രഭുദേവയ്ക്ക് പഴയതുപോലെയുള്ള വാണിജ്യ മൂല്യമൊന്നുമില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ ഡാൻസ് രംഗങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. ചില പടങ്ങളിലെ ഗാന ചിത്രീകരണം ബ്ലൂ ഫിലിമിന്റെ നിലവാരത്തിലേക്ക് എത്തപ്പെട്ടു എന്നും ആണും പെണ്ണും ചേർന്നുള്ള വൾഗർ മൂവ്മെന്റുകൾക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രഭുദേവ തന്നെ പറയുന്നുണ്ട്, 70% തോൽവി നേരിട്ട ഒരു ജീവിതമാണ് തന്റേതെന്ന്. പ്രഭുദേവയുടെ പിൻഗാമിയായ ഋഷിദേവയ്ക്ക് 100% ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പ്രഭുദേവയ്ക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ്. ഒരാൾ അഗ്നിയാണെങ്കിൽ മറ്റേയാൾ വെള്ളമാകണം. ഇല്ലെങ്കിൽ സ്നേഹമെന്ന ചില്ലു കൊട്ടാരം തകർന്നടിയും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.